ഞാനിന്ന് ബേബി കോൺ കൊണ്ട് ഒരു ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. കടച്ചക്ക കൊണ്ടും വഴുതനങ്ങ കൊണ്ടും എല്ലാത്തിലും മുമ്പ് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ബേബി കോൺ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാനുള്ള ഒരു ആരംഭം. ശരി, അതിനാദ്യമായിട്ട് വേണ്ടത് കടലപ്പൊടി. ഒരു പാത്രത്തിൽ കടലപ്പൊടി ഒരു പാത്രത്തിൽ, പിന്നെ അല്പം അരിമോദകം, ചതച്ച മുളക്, അല്പം ഉപ്പ്, അരിമോദകം ഒക്കെ ഓരോ തുണ്ടിലിട്ടുണ്ട്. പിന്നെ ഞാൻ കായം ഈ പാത്രത്തിലിട്ടതാണ്. ഈ പാത്രത്തിലിട്ടത് മുഴുവൻ ഉരുകി അതിൽ നിന്നൊരു തുണ്ട് കായം മുറിച്ച് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടലപ്പൊടി, ദീപിയും കൂടി എന്നെ സഹായിച്ചു, ഇപ്പുറത്ത് നിൽക്കുക. കടലപ്പൊടി ആദ്യം തന്നെ നമുക്കിതിലിടാം. ഈ പാത്രങ്ങളകത്ത് കടലപ്പൊടിയിൽ കായം വെള്ളം ഒന്ന് ഒഴിക്കുക. കടലപ്പൊടിയിൽ കായം ഞാൻ കലക്കി വെച്ചിരിക്കുകയാണ്. ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നെ സഹായിക്കാനുള്ള ആളാണ് ദീപ. അത് ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം കൃത്യം ഇഡലിപ്പരുവത്തിൽ മുറുകം ആയിരിക്കണം. അങ്ങോട്ട് ഇളക്കിയ ദീപം ഞാൻ പറയാം. ഇനി നമുക്കതിൽ ലേശം ഉപ്പിടാം. ഉപ്പ് ഇത്തിരി ഉപ്പ് അധികമാണല്ലോ അല്ലേ? ഒരിത്തിരി ഉപ്പിട്ടാൽ മതി. ഉപ്പ് അധികം ഉണ്ട്, കൃത്യമായിരിക്കണം. ഉപ്പ്, ചതച്ച മുളക് പൊടിയും അരിമോദകവും, കായം ഒരു തുള്ളി, കായം കലക്കിയ വെള്ളമാണത്. വെള്ളം അധികമാവാൻ പാടില്ല. ഇളക്കിക്കൊണ്ട് നല്ലപോലെ ഇളക്കണം. കുറച്ച് ബേബിക്കോണാണ് ഉണ്ടാക്കണത്. അത് കാരണം ഇത് മുങ്ങാനുള്ള ആവശ്യത്തിനുള്ള ഒരു ലേശം കൂടി വെള്ളം ഒഴിക്കാം. ഞാൻ ഇളക്കാം. ഉപ്പുണ്ടോയെന്ന് നാക്കിലൊന്ന് തൊട്ട് വെച്ച് നോക്കാം. ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന്. ഉപ്പ് പാകത്തിനുണ്ട്. അധികം ലൂസാവാനും പാടില്ല. ഇത് നല്ലപോലെ യോജിപ്പിക്കുക. അരിമോദകമാണ് ഇതിൻ്റെ പ്രത്യേകത. അരിമോദകം, കായം ഒരു ഇഞ്ച് കായം ഞാൻ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചു. അപ്പം അരിമോദകം ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിങ്ങനെ അരിമോദകം എന്ന് എഴുതി വെച്ചിരിക്കുക. എല്ലാ വെളിച്ചെണ്ണ പലഹാരത്തിനും വയറിനും നല്ലതാണ്. പിന്നെ വെള്ളം സ്പൂണിലൊഴിക്കുക. അളക്കാം. ഇനി അടുത്ത പരിപാടി, അടുപ്പ് ഒന്ന് ഓൺ ചെയ്യട്ടെ. നല്ലപോലെ ഓയിൽ നല്ലപോലെ ചൂടാവണം. ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുക. അതുപോലെ കനോലോ ജീവോ ഓയിൽ, ഇത് വെജിറ്റബിൾ ഓയിലാണ്. കനാലോ കോൾഡ് പ്രസ് ഓയിൽ. ഈ ഓയിൽ നമ്മുടെ ശരീരത്തിനും വയറിനും എല്ലാം വളരെയേറെ ഉപകരിക്കുന്ന ഈ ഓയിലാണ് ഞാനിപ്പം വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ചീനച്ചട്ടി നല്ലപോലെ ഉണങ്ങാനായിട്ട് നമ്മളൊരു തുണിയെടുത്ത് തുടയ്ക്കാൻ നല്ലതാണ്. കുറേ ടൈം അതിൽ വെള്ളം വറ്റാൻ കാത്തുക്കേണ്ടി വരും. ഒരു നല്ലൊരു തുണി അതിനായിട്ട് വെച്ചിട്ട്
ആ തുണി കൊണ്ട് തുടച്ചാൽ പെട്ടെന്ന് 2000 ഇടാം. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. കനോല ഓയിൽ അല്പം ഒഴിച്ചാലും മതി. ഈ ഓയിൽ വറ്റാറില്ല. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഓയിൽ ഒഴിച്ചു. ഞാൻ അതവിടെ കിടന്ന് തിളയ്ക്കാം. ഒരു ഉള്ളി ഇട്ടാൽ ഓയിൽ ചൂടായോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് ആ ബേബിക്കോണെല്ലാം കടലമാവിൽ ഞാനിതാ ഒരു ഉള്ളി ഇടുന്നു. ഉള്ളി ഇത്തിരി വെളിച്ചെണ്ണ ഏകദേശം ഉരിഞ്ഞു ഇടാറായി എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ബേബിക്കോണുകളെല്ലാം ഈ കടല ബാറ്റർ തയ്യാറാക്കിയില്ലേ, ആ ബാറ്ററിൽ തന്നെ നല്ലപോലെ ഇട്ട് യോജിപ്പിക്കാം. കൈ കൊണ്ട് യോജിപ്പിച്ചാൽ നല്ലത്. കൈ കൊണ്ട് നല്ലപോലെ യോജിപ്പിച്ച് മുക്കി അടുപ്പിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കട്ടെ കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു. ഈ ഓയിൽ ദീപം ഇടുന്നുണ്ടോ? എൻ്റെ കയ്യിൽ മാവ് 2 പേരുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ടിട്ടാലും. പക്ഷെ പലഹാരമൊക്കെ നേരിട്ട് കൈ കൊണ്ട് ഇടാൻ നല്ലത് അല്ലേ? സ്പൂൺ കൊണ്ടൊന്നും കൂടി ഇളക്കണോ? ഉള്ളി നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ആയിട്ടോ ഒന്ന് ഉള്ളി സൈഡിൽ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. ഓയിൽ വറ്റാതിരിക്കാൻ ഉള്ളി എപ്പോഴും ഒരു സൈഡിൽ കിടന്നാൽ നല്ലതാണ്. ഉള്ളിനെ അവിടെ നിന്ന് ഇത് മാറ്റിയാലും കുഴപ്പമില്ല. ഇപ്പുറത്തും കൂടി ഒരെണ്ണിടാം. ഇനി എത്ര ഉണ്ട്? ഇനി 2 ഉള്ളൂ അല്ലേ? എന്നാൽ നമുക്ക് പിന്നിട്ടാലും കുഴപ്പമില്ല. ഇപ്പുറത്തിടായിരുന്നു. ഞാനൊന്ന് കൈ കഴുകട്ടെ കേട്ടോ. ഇനി ഇത് തിരിച്ച് മറിച്ചിടുക. നല്ല ഗോൾഡൻ കളറ് ആകണ വരെ. ഞാൻ ഇന്നലെ വേറെ ഒരു ബജ്ജി ഉണ്ടാക്കിയപ്പോൾ വീഡിയോ പിടിക്കായിരുന്നു. നല്ല രസമായിരുന്നു ആ ബജ്ജി. അത് വലിയ വഴുതിരിങ്ങ നീളത്തിൽ മുറിച്ചിട്ടാണ് ആ ബജ്ജി. ഇത് 2000 ചെറുതാക്കി. ഇവിടെ മുരിയനൊരു 200. ഇത് ശരിക്കും തിരിച്ച് മറിച്ചിട്ടത് 4 മണിക്ക് ഒന്നാന്തരം പലഹാരമാണ്. കുട്ടികൾക്ക് അതിൽ മധുരം ഇല്ലാത്തതുകൊണ്ട് നല്ല പക്വട മാതിരി. ഈ ബേബിക്കോണുകൾ ഫ്രഷാണെങ്കിൽ ഒന്നും കൂടി രസം ഉണ്ടാവും. ഇത് കുഴപ്പമൊന്നുമില്ല. ഉണങ്ങിയാലും ചെറിയ തീയിലിപ്പോൾ അവിടെ കിടന്നത് മുരിയട്ടെ. നല്ല ഗോൾഡൻ കളറാണ് ആകാറ്. കടലപ്പൊടിയിൽ എന്തുണ്ടാക്കിയാലും നല്ല ഗോൾഡൻ കളറാണ്. മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മഞ്ഞൾ ഇട്ടിട്ടില്ല. ആ ഉള്ളി ആ സൈഡിലുണ്ട്. അതിനെടുത്ത് കളയാനാണെങ്കിൽ നല്ല ഓയിലാണ്. കനോല ഓയിൽ. ആമസോണിൽ കിട്ടും. ഈ ബ്രിട്ടീഷുകാരൊക്കെ ഈ ഓയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ ഗുഡ് കൊളസ്ട്രോളൊക്കെ ഉണ്ട്. ഈ ഉള്ളി ഒരുവിധം മുരിഞ്ഞു അല്ലേ? ഇന്നലെ നമ്മൾ കടച്ചക്ക ബജ്ജി എന്ത് പഞ്ഞായിരുന്നു. വെളിച്ചെണ്ണ അധികം വറ്റുന്നില്ല കേട്ടോ. അത് ആ ഉള്ളിയിട്ട കാരണം വെളിച്ചെണ്ണ അധികം വറ്റില്ല. നല്ല രസമാണ്. ഇപ്പോൾ നല്ല അപ്പുറപ്പുറമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ചെറിയ തീവാകുമ്പം എൻ്റെ ഉള്ളൊക്കെ മുരിയും. ചെറിയ തീ തുടക്കം 2000 ഇട്ടിട്ട് പിന്നെ
ചെറിയ തീ. ഗ്യാസ് അടുപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മുടെ ഇരുമ്പ് ചീഞ്ചട്ടിക്ക് പറ്റിയത് നമ്മുടെ ഇപ്പം ഏകദേശം മുരിഞ്ഞോന്ന് തോന്നുന്നു അല്ലേ? മറ്റതും കൂടി ഇട്ടോ. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതെടുക്കാം. ഇനി മറ്റത് ഇട്ടോ. മറ്റത് എനിക്ക് തന്നെ ചെയ്യാവുന്നതാണ്, പക്ഷേ ഒരാളെ സഹായിക്കുന്നതാണ്. എന്തായാലും നല്ല ഗോൾഡൻ കളർ ആവാറല്ലേ? ഇത്തിരി മുരിച്ചിലായി. കുറച്ച് കഴിഞ്ഞത് ഭയങ്കര ടേസ്റ്റാണ്. തിന്നാണ്. അതും കൂടി ഇട്ടോ. എല്ലാം വടിച്ച് അതിൻ്റെ മുകളിൽ ഇട്ടാലേ അതുമ്മ പിടിച്ചോളൂ. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടാൽ ശരിയാവും. എൻ്റെ ഒരു തുണ്ട് പൊട്ടിച്ച് നോക്കട്ടെ, ഉള്ളിൽ വെന്തോന്ന് നോക്കാം. അടിപൊളി. മതി. ഇന്നിപ്പോൾ ഇത്ര മതി. 2 പേർക്ക് ഇതൊക്കെ ധാരാളമായി.